Assalamualaikum dear friends, welcome back to Shamyscurryworld. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവയും പാലും വെച്ചിട്ട് നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റ് ഉള്ള ഒരു പ്ലേറ്റ് നിറയെ ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഈ അടിപൊളി മധുരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് രണ്ടാമത്തെ കപ്പ് പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കപ്പിന്റെ അളവ് 250 ml കപ്പിന്റെ അളവാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ പാല് തിളച്ച് വന്നിട്ടുണ്ട്. വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഈ പാലിനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് റവ. അതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ വറുത്തിട്ടൊന്നുമില്ല, വെറുതെ എടുത്തിട്ടുള്ളതാണ്. വറുക്കാത്ത റവയാണ്. നമ്മൾ റോസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ കിട്ടില്ലേ, അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റിവെച്ച പാല്. പാലങ്ങ് തണുത്ത് പച്ചവെള്ളം ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇളം ചൂട് പാലുണ്ടല്ലോ, അതാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചെടുത്തു. ഇനി 1/2 കപ്പ് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 2 കപ്പ് പാലാണ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചത്. അപ്പൊ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ റവയ്ക്കും വെള്ളം പിടിക്കുന്നതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നമ്മൾ എടുക്കുന്ന അളവുകൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇരിക്കും. ചില റവയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ നല്ല കട്ടിയാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 കപ്പ് പാൽ ആദ്യമേ ഞാൻ തിളപ്പിച്ച് വെച്ചത്. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂടി വെച്ച് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ റവയും പാലും നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ 20 മിനിറ്റ് ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പാല് ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അകത്ത് ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പാല് അഡീഷണൽ പാല് ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് നല്ല അപ്പം കണക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലും കൂടെ ആ സമയത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി ഇതുപോലെ തന്നെ അടച്ച് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിനി അടുത്തതായിട്ട് ഏത് പാത്രത്തിലാണ് ഈ പലഹാരം സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് തടവി നമുക്ക് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാരണം എന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പാത്രം എടുത്താലും മതി. അപ്പോൾ നെയ്യ് തടവി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ എടുത്താലും മതി. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി കടായി നല്ലോണം ചൂടായതിനു ശേഷം ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിപ്പി കാരമലിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവണം. നമ്മളൊന്നും ചെയ്യണ്ട, അതവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, സൈഡിലൊക്കെ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആകേണ്ട ആവശ്യമില്ല, ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, എന്നാൽ നമ്മുടെ പലഹാരത്തിന് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ലൈറ്റ് ബ്രൗൺ നിറമായാൽ മതി. ഇനി ഫ്ലെയിം ഞാൻ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവട്ടെ. പഞ്ചസാര എല്ലാം ഉരുകി വരട്ടെ. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു കളർ കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അങ്ങ് കരിയേണ്ട ആവശ്യമില്ല. കൂടുതൽ അങ്ങ് കരിഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നിന്ന് ഒഴിക്കാൻ പാടില്ല, മാറി നിന്ന് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട്ടകളൊക്കെ അങ്ങ് അലിഞ്ഞ് വന്നോളാം. ഇനി ഫ്ലെയിം നമുക്ക് ഓണാക്കി കൊടുക്കാം. ഓണാക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങ് നമുക്ക് ഈ കട്ടകളെല്ലാം അലിഞ്ഞ് വന്നോളും.
വെള്ളം ചൂടാവും തോറും നമ്മുടെ ഈ കട്ടകളെല്ലാം അലിഞ്ഞു വരും. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ബാക്കിയെല്ലാ പഞ്ചസാരയും അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കാരമൽ ചെയ്ത് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒന്ന് അലിഞ്ഞു വരണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ കണ്ടോ, എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം, എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്, കൂട്ടി വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ നെയ്യ് ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പലഹാരം നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇനി എന്തിനാണ് പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ കാരമൽ ഒരു കുത്തലുണ്ടാവും, അത്ര വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് നമുക്ക് അലിഞ്ഞു വരണം. നമ്മൾ ഇപ്പോൾ ചേർത്ത പഞ്ചസാര കാരമലൊന്നും ആവില്ല, നമ്മൾ അലിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അലിഞ്ഞ് വരിക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർക്കാൻ നേരത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റവ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 2 ഏലക്ക തല്ലിയിട്ട് കൊടുത്താൽ മതി. ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടി ചേർത്ത പൊടി ആയതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പാനിൽ നിന്ന് നമുക്കിത് ഉരുണ്ട് വരണം. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ആയപ്പോൾ ഏകദേശം വിട്ട് വരാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, അടിപൊളി മണം, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ വീട്ടിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റവ ഇട്ടതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് 3 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ള സമയം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് തടവിയത് അതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നെയ്യ് തടവിയ പാത്രത്തിലോട്ട് കുറേശ്ശെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം കുറേശ്ശെ നമുക്ക് ഇതുപോലെ ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പാർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതും നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അവസാനത്തെ പാർട്ടും കൂടെ ഇട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ബദാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് നെയ്യ് പുരട്ടുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തണുത്ത് വരുമ്പോൾ ഇതൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് പിസ്ത, കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. അപ്പോൾ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്കാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടും, നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരമൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതാണ് ഇതിന്റെ കളർന്ന്. കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കളർ കൂടും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വെക്കാം. അപ്പോൾ നല്ലോണം തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചാൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത്. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അടിഭാഗത്തെ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. അപ്പോൾ
നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല കേക്ക് പോലെ ഇരിപ്പുണ്ട്, കണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ആ നീളത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്താ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 കപ്പ് റവയിൽ നിന്നും ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് പലഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്